കയറി ജീവിതം ദുസ്സഹാവസ്ഥയിലായ ഒരു വിഭാഗം ജനതയാണ് ഇടക്കൊച്ചിയിലേത്. പലതവണ അധികാരികൾക്ക് മുന്നിൽ അപേക്ഷകളുമായി എത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സായാഹ്നം ഓരുവെള്ളം കയറി വീട് നഷ്ടമായ കുടുംബനാഥ ഫിലോമിന ടി.എ ഉദ്ഘാടനം ചെയ്തു. ഇടക്കൊച്ചിയിലെ വേലിയേറ്റവുമായി ബന്ധപ്പെട്ട വെള്ളക്കെട്ട് തടയുന്നതിനായി എറണാകുളത്തിന്റെ ചുമതലയുള്ള മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർത്ത് ഇടക്കൊച്ചിക്കായി ഒരു സമഗ്ര പദ്ധതി രൂപീകരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അക്വിനാസ് കോളേജ് പരിസരത്ത് വെച്ചാണ് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം ഓരുവെള്ളം കയറി വീടുപേക്ഷിക്കേണ്ടി വന്ന കുടുംബനാഥ ഫിലോമിന ടി.എ നിർവഹിച്ചു. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഞാൻ അന്യ സ്ഥലത്തേക്ക് പോണത് എന്തോരം വിഷമമുണ്ട് എനിക്ക്. ആ വിഷമഘട്ടത്തിലൂടെ ഞാൻ എൻ്റെ മരുമകനൊരു വീട് വെച്ച് അവര് എന്നെ കൂട്ടിക്കൊണ്ട് പോയിരിക്കണേ. നമുക്ക് എന്നുവരെയും എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ജനിച്ചു വളർന്ന നാട് വിട്ടു പോകാൻ ഒരമ്മച്ചിമാരും ആരും സഹിക്കില്ല. 2040 കൊച്ചിൻ കോർപ്പറേഷനിലെ 15-16 ഡിവിഷനുകൾ വെള്ളത്തിനടിയിലാകുമെന്ന റിപ്പോർട്ടുകൾ വന്നിട്ടും ഇടക്കൊച്ചിക്ക് പ്രത്യേക പരിഗണനയോ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ ഇടപെടലുകളോ നടക്കാത്തതിൽ ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു. ഇടക്കൊച്ചിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉപ്പുവെള്ളം കയറി നശിക്കുന്നതിനാൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. നിലവിൽ ഭരണാനുമതി ലഭിച്ച ഫണ്ടുകൾ ഉപയോഗിച്ച് കായൽ ഭിത്തികളും സ്ലൂയിസുകളും അടിയന്തരമായി നിർമ്മിക്കണമെന്നും വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികൾ ഉടനടി സ്വീകരിക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. ഇടക്കൊച്ചി ജനകീയ സമിതി ജനറൽ കൺവീനർ വി ശിവപ്രസാദ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ചെയർമാൻ മാനുവൽ നിക്സൺ അധ്യക്ഷനായി. നമ്മളും പോകേണ്ടതായിട്ട് വരും. കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ എവിടെ പോകും? കരഞ്ഞ് വീർത്ത കണ്ണുമായി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ നമ്മൾ വേറെ നാട്ടിൽ പോയി നമ്മുടെ സമൂഹത്തിൽ നമ്മളോട് സമൂഹ ജീവിയായി മാറുമ്പോൾ നമ്മളോട് ഒരു ബന്ധമില്ലാത്ത ആളുകളുടെ കൂടെ നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും. ചെല്ലാനം കൊച്ചി ജനകീയ വേദി ആക്ടിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് തുടങ്ങുന്ന അതേ അവസ്ഥയിലായിരുന്നു അന്ന് അവിടെയും സമരം. ഇത് തുടങ്ങിയാൽ എന്നിത് പരിഹരിക്കും, എത്ര കാലം സമരം ചെയ്യേണ്ടി വരും, എന്തൊക്കെ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും, പോലീസ് വരും, കേസ് വരും, ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള നിരവധിയായ ആശങ്കകൾക്കൊടുവിൽ ഒന്നും ചെയ്യാതിരുന്നാൽ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞതുപോലെ ഈ നാടില്ലാതാവും. യോഗത്തിൽ കൊച്ചി നഗരസഭാ കൗൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ, ജീജ ടെൻസൺ, SNDP യോഗം പ്രതിനിധി EK കനകൻ, KPMS പ്രതിനിധി PK സന്തോഷ് കുമാർ, KLCA പ്രതിനിധി KA ജേക്കബ്, ജനകീയ സമിതി ജോയിന്റ് കൺവീനർ CK പ്രദീപ്, വൈസ് ചെയർമാൻ ഷൈനി ജൂബിൻ, ജനകീയ സമിതി ജോയിന്റ് കൺവീനർ രാഗി ഹനോഷ്, ഇടക്കൊച്ചി ജനകീയ സമിതി കൺവീനർ ലിജോഷ് KL തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായി എഴുതി തയ്യാറാക്കി സബ് കളക്ടറിന്റെ മുഖത്ത് നോക്കി നമ്മളൊക്കെ സംസാരിച്ചു. വെള്ളക്കെട്ടിന് എന്താണ് ചെയ്യേണ്ടത്, അവിടെ അനുഭവിക്കുന്ന കുടുംബങ്ങള്, വീട് വിട്ടുപോയ കുടുംബങ്ങള്, തകരാറിലായ വീടുകളുടെ എണ്ണം, ഇതെല്ലാം വളരെ വ്യക്തമായി എഴുതി തയ്യാറാക്കി നൽകി ഞങ്ങൾ മുഖത്ത് നോക്കി സബ് കളക്ടറോട് സംസാരിച്ചു. ഇതെല്ലാം പരിഹരിക്കാമെന്ന് അവിടെ നിന്ന് ഉറപ്പ് നൽകി ഞങ്ങൾ പിരിഞ്ഞു. സ്വാഭാവികമായിട്ട് അവർക്ക് അതേ പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇതുവരെ എന്താണ് എന്ന് പോലും നമ്മളോട് വിളിച്ചു ചോദിച്ചിട്ടില്ല. 15-ാം ഡിവിഷനിലെ ഏകദേശം 10ഓളം കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ലൂയിസ് നിർമ്മിക്കുന്നത് മൂലം ആ 10 വീടുകളിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ വീടുകളുടെ ഉള്ളിലെല്ലാം വെള്ളമായിരുന്നു. അപ്പോൾ അവർ അനുഭവിക്കാൻ പോകുന്ന ഇതിലും ദുരിതമായിരിക്കും എന്ന തിരിച്ചറിവുണ്ടാവുകയും 2 ഡിവിഷനിലെ ആളുകൾ തമ്മിൽ പരസ്പരം പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.